ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളതുണ്ടല്ലോ ഡബ്ലിനിലാണ്. അയർലൻഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ കാണാനായിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂറുണ്ടായിരുന്നു നമ്മുടെ ട്രാവൽ നമ്മുടെ സ്ഥലത്തുനിന്ന്. ഈ വാട്ടർഫോളിൻ്റെ പേരാണ് പവർസ്കോട്ട് വാട്ടർഫോൾ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. ഇതുപോലെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇതാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു കഫറ്റേരിയ ഉണ്ട്. കഫറ്റേരിയ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു വോക്കുണ്ട്. ആ വോക്ക് കഴിഞ്ഞിട്ടാണ് വോക്ക് ഇച്ചിരി മുന്നോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പവർസ്കോട്ട് വാട്ടർഫോൾസ് ഉള്ളത്. ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാർബിക്യൂ ചെയ്യാനൊക്കെ ആളുകൾ. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. അഡൾട്ടിന് ഒരാൾക്ക് €7. അവർ കയറി വരുമ്പം തന്നെ ചോദിക്കും നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യണുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നോക്കി ഇവിടെ തന്നെ ആളുകൾ ചെയ്യുന്നുണ്ട്. നല്ല നോക്കി മരം കണ്ടോ. Okay, we're just walking back to the car park. Yeah, just for nice. Families ഒക്കെ. ഇപ്പം ഇവിടെ വാട്ടർഫോളിൽ നല്ല വെള്ളം കുറവാണ് കേട്ടോ. ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് ഏപ്രിൽ മെയ് സമയങ്ങളാണ് നല്ലതായിട്ട് നല്ല ശക്തിയോടെ വെള്ളം ഇവിടെ ഉള്ളതെന്ന് കേട്ടോ.
That's exactly what that is, swamp. നമ്മുടെ ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടമൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു ചെറിയ വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഹയസ്റ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ. എടുത്താണേ പേടിക്കേ. അപ്പോൾ ഇത് 7 മണിയാകുമ്പോഴാണ് കേട്ടോ ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നേക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരു ഫുൾ ഡേ നമുക്ക് നല്ലതായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലേക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ആതിരപ്പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ വാട്ടർഫോളായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. എങ്കിലും അതിന് ഒരു ഭംഗിയുണ്ട്. ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. ഒരുപാട് നാളായി ഞങ്ങളിങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്നാണ് അതിനുള്ളൊരു ടൈമെല്ലാം സെറ്റായത്.
കണ്ട ഒത്തിരി ട്രീസ് ഉണ്ട്. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഉള്ള വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. റീസൈക്ലിംഗ് സെൻറ്റർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചാർക്കോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ ഇടാനായിട്ട് പറ്റും. വേസ്റ്റായിട്ട് വരുന്ന എല്ലാം നമുക്കിതിനകത്ത് ഇടാനായിട്ട് പറ്റും. നല്ല ക്ലീനാണ്. ഈ ഒരു മരമൊക്കെ കണ്ടാൽ എങ്ങനെയാണെന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ പാർക്ക് പോലത്തെ ഏരിയാസ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫുജി ക്യാമറ ആയിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ 2 ഫോട്ടോയൊക്കെ എടുത്തു. നോക്ക്, ആരെ സഹായം നമുക്ക് വേണ്ട. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. താഴോട്ട് നമുക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയാലും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ സിജാച്ചൻ അവിടെ പോയി എന്തോ വ്യൂ ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹായ് ഹായ്, ഗുഡ്. ഓ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. മഞ്ഞുള്ള സമയത്ത് നല്ല രസമായിരിക്കും. അതെല്ലാം മഞ്ഞിരുന്നിട്ടേ. പക്ഷെ അന്നേരം ഇലകളൊക്കെ ഉണ്ടാകത്തില്ല. Cool.